എങ്ങനെയാണ് നമുക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റുന്നത്? വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണോ? എന്നെ വിളിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ എൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. കോട്ടയം DFOയും കളക്ടറും ഒക്കെ എൻ്റെ നമ്പർ കൊടുക്കും. എനിക്കതിനുള്ള അനുമതി ഉണ്ട്, തുരത്തുന്നതിന് വേണ്ടിയുള്ള ലൈസൻസ് പോലെയുണ്ട്. അവരെന്നെ ആണ് എപ്പോഴും വിളിക്കുന്നത്. അവർ നമ്പർ കൊടുക്കും. ഒത്തിരി തവണ ഒട്ടുമിക്കതും ഇത് റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണ്. എൻ്റെ ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭരണങ്ങാനം അൽഫോൻസമ്മയുടെ നാടായ ഭരണങ്ങാനം പള്ളിക്ക് സമീപം ബെലങ്ങുപാറ പാലത്തിനടിയിൽ അന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജോസ് ടോമിൻ്റെ ഭാര്യയും ജോസ് ടോമും എല്ലാം കൂടെ വിളിച്ചതനുസരിച്ച് പോലീസ് അധികാരികളുടെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം അഭ്യർത്ഥന മാനിച്ച് അവിടെ ചെല്ലാനുള്ള സാഹചര്യമുണ്ടായി. അവിടെ ഒരു JCBയിൽ നിന്നുകൊണ്ടാണ് ഞാൻ JCBയുടെ കയ്യിൽ സേഫ്റ്റി ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് പാലത്തിനടിയിലേക്ക്. അപ്പോൾ ഈ JCB വൈബ്രേറ്റ് ചെയ്യുകയും നമ്മൾ കെട്ടിയിരുന്ന ഇതിനകത്ത് കെട്ടിയിരുന്ന മരുന്ന് ചാടിപ്പോവുകയും ഇടയുണ്ടായി. അങ്ങനെ മരുന്ന് ചാടിപ്പോയപ്പോൾ നമ്മൾ പുകയടിച്ചപ്പോൾ മരുന്നില്ലാത്ത പുകയായതുകൊണ്ട് സംഘടിതമായിട്ട് നമ്മളെ ആക്രമിക്കുക. ഏതാണ്ട് 1000-ൽ പരം തേനീച്ചകളുടെ കുത്തികളിട്ട് ഗെയിം സാഹചര്യം ഉണ്ടായി. എനിക്ക് ശരീരത്ത് പ്രതിരോധമുണ്ട്. ഞാൻ ഈ തേനീച്ചക്കൂട്ടിൽ നിന്ന് ലഭിക്കുന്ന റോയൽ ജെല്ലിയും തേനീച്ചകളുടെ മുട്ടയും അതുപോലെ പൂമ്പൊടിയും ഒക്കെ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് എന്നോട് പല ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എത്ര കുത്ത് കിട്ടിയാലും എനിക്ക് ശരീരത്തൊരു നീര് പോലും വെക്കുകയില്ല.